പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട്. ഡോൺ വെറി ന്യൂസ് ഇന്നത്തെ നിൽക്കുന്നത് മല്ലപ്പള്ളി ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രത്തിലാണ്. ഇവിടെയാണ് അതിപ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. ഈ നാടിൻ്റെ തന്നെ, ഈ ദേശക്കാരുടെ തന്നെ ജാതിമത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം. അതിനൊരു കാരണം കൂടിയുണ്ട്. അത് പറയുവാനാണെങ്കിൽ ഒട്ടനവധി ചികിത്സാ സഹായ പദ്ധതികളും ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെയൊക്കെ ആദരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുമൊക്കെ ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് നടന്നു വരുന്നു. എന്നാൽ വളരെ വർഷങ്ങളായിട്ട് എനിക്ക് ഈ ക്ഷേത്രവുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമാണുള്ളത്. ഞാനെൻ്റെ ചെറുപ്പം മുതലേ ഓടിക്കളിച്ച ഒരു ക്ഷേത്രമാണ് മല്ലപ്പള്ളി ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രം. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. മഹാദേവനും പാർവതീദേവിയും കിരാതഭാവത്തിൽ തുല്യ പ്രാധാന്യത്തോടുകൂടി ഒരു ശ്രീകോവിലിൽ 2 പീഠങ്ങളിലായി കിഴക്ക് ദർശനത്തിൽ കുടികൊള്ളുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രം. മനം നൊന്തു പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹദായിനിയാണ് ആനിക്കാട്ടിലമ്മ. ഉമയും മഹേശ്വരനും ഒന്നായി വിളങ്ങും ഈ തിരുസന്നിധിയിൽ ഭക്തജനങ്ങൾക്കാശ്രയമേകും പുണ്യമഹാക്ഷേത്രം. ഭക്തജനങ്ങൾക്കാശ്രയമേകും പുണ്യമഹാക്ഷേത്രം. ആനിക്കാടിൻ പുണ്യമഹാക്ഷേത്രം. വളരെ അപൂർവമായ വിഗ്രഹസങ്കല്പം ഇവിടുത്തെ പ്രത്യേകതയാണ്. ഒരു ശ്രീകോവിലിലെ അടുത്തടുത്തുള്ള പീഠങ്ങളിലാണ് ശിവപാർവതിമാരുടെ പ്രതിഷ്ഠകൾ. ആനിക്കാട്ടിലമ്മേ കാണും ഞാൻ കിനാവിൻ നോവുമായിളം പൂമൊട്ടുകൾ വിടരും വർണ്ണതലമായി നിറമാർന്നൊരോർമ്മകളെല്ലാം ഒരു കണ്ണീർ തുള്ളി പോലെ ഞാനറിയാതടർന്നു പോയി. ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രത്തിലെ അമ്മയുടെ പിറന്നാൾ പൊങ്കാല മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ഇളയിടത്തില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി കാളകാട്ടില്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കഴിഞ്ഞ ദിവസം കൊടിയേറി. 2025 മാർച്ച് 13 രാവിലെ 9 പൊങ്കാല ആരംഭിക്കും. ചലച്ചിത്രതാരം അനുശ്രീ പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രം തന്ത്രി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്, ഇളയിടത്തില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തി കാളകാട്ടില്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരി, നിർമ്മൽ ജ്യോതി ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ഡോക്ടർ ഗോപാൽ കെ നായർ, സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ ഭക്തി പി ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. നമസ്കാരം. മല്ലപ്പള്ളി ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം മാർച്ച് മാസം 6-ാം തീയതി വൈകുന്നേരം കൊടിയേറി 13-ാം തീയതി തിരുവാറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രത്തിലെ ഈ തിരുവുത്സവം ഈ ദേശത്തിൻ്റെ ഒരു മഹോത്സവമാണ്. താന്ത്രിക വിധിപ്രകാരം ക്ഷേത്രാചാരങ്ങൾക്ക്
പരമ പ്രാധാന്യം നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ പൂജാതി കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും 8 ദിവസങ്ങളിലായി കലാപരിപാടികളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ മഹോത്സവം ഇവിടെ കൊണ്ടാടുകയാണ്. ആനിക്കാട്ടിലമ്മയുടെ ഈ തിരുവുത്സവത്തിൽ വർണ്ണവർഗ ജാതിമത വ്യത്യാസമില്ലാതെ ആനിക്കാട്ടിലമ്മയുടെ തട്ടകത്തിൽ ദേശനിവാസികൾ ഒത്തുചേരുന്നു. മതേതരത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ ക്ഷേത്രം. ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പൊങ്കാല മഹോത്സവം ഏറെ ശ്രദ്ധേയമാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും അധികം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ പൊങ്കാല മഹോത്സവം ഈ ദേശമൊട്ടാകെ അമ്മയുടെ ഭഗവാന്റെ ആ ഭക്തി നിറഞ്ഞ ക്ഷേത്രാന്തരീക്ഷം അനുഭവങ്ങൾ അത്ഭുതങ്ങളിലൂടെ അറിയപ്പെടുന്നു. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മൾ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. ഒരു നേരം ആഹാരമില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക്, ചികിത്സയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, പഠന സഹായം ആവശ്യമുള്ളവർക്ക്, അങ്ങനെ നിരവധി മേഖലകളിൽ ആതുര സഹായ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ, ഈ പൊങ്കാല ദിനത്തിൽ നടക്കുന്ന ആ ചടങ്ങിൽ ഈ ആതുര സഹായ പദ്ധതി വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ സാംസ്കാരിക രംഗങ്ങളിൽ, സാമൂഹിക രംഗങ്ങളിൽ, കലാരംഗങ്ങളിൽ, സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വ്യക്തിമുദ്ര പതിച്ച ആളുകളെ ആദരിക്കുന്നു. പൊങ്കാല മഹോത്സവത്തിൽ, നമ്മുടെ ഈ പൊങ്കാല മഹോത്സവത്തിൽ ധാരാളം വിശിഷ്ട അതിഥികൾ സന്നിഹിതരാകുന്നു. പൊങ്കാല ഉദ്ഘാടനം സുപ്രസിദ്ധ സിനിമാ താരം അനുശ്രീയാണ് ഈ തവണ ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പൊങ്കാല മഹോത്സവം തന്ത്രിമുഖ്യൻ കുഴിക്കാട്ടില്ലത്ത് കാളിദാസന കിരിമൻ പട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. വേദിയിൽ, പുണ്യമായ വേദിയിൽ, ധന്യമായ വേദിയിൽ നമ്മുടെ ക്ഷേത്ര മേൽശാന്തി കാളകാട്ടില്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരി, അതോടൊപ്പം തന്നെ ഗോപാൽ കെ നായർ, ഭക്തി ജോസഫ്, ആദരണീയരായ വ്യക്തിത്വങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ക്ഷേത്രോൽപ്പത്തി മുതൽ നടക്കുന്ന പൊങ്കാല വഴിപാട് മാറാരോഗങ്ങൾ അകറ്റാനും ദുഃഖനിവാരണത്തിനും ഏറെ പ്രസിദ്ധമാണ്. ആനിക്കാട്ടിലമ്മ ലോക സേവാനിധി പുരസ്കാരം, ആതുര സേവന ചികിത്സാ സഹായം എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്യും. ഡോൺ വറി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ നിർധന രോഗികൾക്കുള്ള ചികിത്സാ സഹായവും ചടങ്ങിൽ വിതരണം ചെയ്യും. അമ്മയുടെ ഈ തിരുവുത്സവം 8 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടക്കുമ്പോൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നിരവധി ഭക്തജനങ്ങൾ ആനിക്കാട്ടിലമ്മയുടെ തട്ടകത്തിൽ എല്ലാം മറന്ന് തോളോട് ചേർന്ന് നിന്നുകൊണ്ട് ഏക മനസ്സോടെയും ഏക ശരീരത്തോടും അമ്മയും ഭഗവാനും ആനിക്കാട്ടിലമ്മ നമ്മുടെ ഇവിടെ പറയാറുള്ളതുപോലെ ഞാൻ കൂടെയുണ്ട് എൻ്റെ ആനിക്കാട്ടിലമ്മ എന്ന ആ ശരണമന്ത്രവുമായി 8 ദിവസങ്ങളിലായി
ഈ ദേശനിവാസികൾ ആനിക്കാട്ടിലമ്മയുടെ തട്ടകത്തിൽ ഒത്തുചേരുന്നു. ഈ തിരുവുത്സവത്തിൽ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഇവിടെ ശ്രദ്ധേയമാണ്. ഈ ദേശത്തുള്ളവരും വിദേശത്തുള്ളവരും ഈ തിരുവുത്സവ കാണുവാനും ആസ്വദിക്കുവാനും ഇതിൽ പങ്കെടുക്കുവാനും ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൊങ്കാല ദിനത്തിൽ നടക്കുന്ന പൊങ്കാല മഹോത്സവ ചടങ്ങിൽ എല്ലാ വർഷവും ചെയ്തു വരാറുള്ളത് പോലെ ഈ വർഷവും ഡോൺ വറി ന്യൂസ് ചാനൽ ശ്രീ മനീഷ് തങ്ങനാമണ്ണിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആതുര സേവന ചികിത്സ സഹായ പദ്ധതിയും ഈ വർഷവും ആ പ്രസ്തുത ചടങ്ങിൽ വെച്ച് നൽകുന്നതാണെന്നുള്ള കാര്യവും ഈ അവസരത്തിൽ എല്ലാവരെയും അറിയിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അമ്മയുടെ പിറന്നാൾ മഹോത്സവത്തിലെല്ലാവരുടെയും ഈ നാട്ടിലുള്ള ഈ ദേശത്തുള്ള എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം, എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ടാവണം, എല്ലാവരുടെയും അനുഗ്രഹങ്ങളുണ്ടാകണം, സാന്നിധ്യ സഹായ സഹകരണങ്ങളുണ്ടാകണം എന്നൊരിക്കൽ കൂടെ അറിയിക്കുകയാണ്. എല്ലാവരെയും ഈ ആനിക്കാട്ടിലമ്മയുടെ ഭക്തിനിർഭരമായ നല്ല ക്ഷേത്രാന്തരീക്ഷത്തിൽ ഈ തട്ടകത്തിലേക്ക് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. പത്തനംതിട്ട മല്ലപ്പള്ളി ആനിക്കാട് ശിവപാർവതി ക്ഷേത്ര മേശാന്തി കാളകാട്ടിലത്ത് നീലകണ്ഠൻ നമ്പൂതിരി ആണ് ഞാൻ. ഈ ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് മേശാന്തിയായിട്ട് അനുഷ്ഠിക്കാനും അതുപോലെ ഈ ദേശത്തിൻ്റെ ജനങ്ങളുമായിട്ട് വളരെയധികം സഹകരിക്കുവാനും സാധിച്ചതിൽ ഈ അവസരം ഞാൻ നിങ്ങളോട് സന്തോഷപൂർവ്വം ഈ അവസരം അതിന് കൂടുന്നു. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനങ്ങളും അനുഷ്ഠാന കലകളും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭഗവതിയുടെ പിറന്നാൾ ദിവസം കൊണ്ടാടുകയാണ്. ഈ കൊണ്ടാടുന്ന ഈ സമയത്ത് ഭഗവതിയുടെ ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്ര കലകളും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കലാപരിപാടികളും കോർത്തിണക്കി ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യത്തിനും വേണ്ടി ജാതിഭേദമന്യേ നമ്മുടെ നാടിന് വേണ്ടി അനുഗ്രഹം കൊടുക്കുന്നതിന് വേണ്ടിയും ഭഗവതിയും നാടിൻ്റെ എല്ലാ ദേശത്തിൽ നിന്നും ആൾക്കാരിവിടെ എത്തുകയും അവർക്ക് ഉള്ള അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു സന്തോഷം കൂടിയുള്ള സമയമാണ് ഇത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഓരോ ദിവസങ്ങളും വളരെയധികം ക്ഷേത്ര കലകൾ, ക്ഷേത്ര ആചാരങ്ങൾ, ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ എല്ലാ നാട്ടുകാരും സഹകരിച്ചുകൊണ്ട് ഈ കലാപരിപാടികളോടുകൂടി നടക്കുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ കൊടിയേറ്റ് കഴിഞ്ഞ് അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം കലകളും കലശപൂജകൾ ഇങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നന്മകളും അണങ്ങിക്കൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം ഭക്തരാകുവാൻ ഈ ജനങ്ങളെ എല്ലാവരോടും ആനിക്കാട് ദേശത്തോട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടിയും ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാന ദിവസം എന്ന് പറയുന്നത് ആനിക്കാട് ക്ഷേത്രത്തിൻ്റെ ഭഗവതിയുടെ പിറന്നാൾ ദിവസമായ പൂരം നക്ഷത്രം പൊങ്കാലയാണ്. ആ ആനിക്കാട് പൊങ്കാല ദിവസം രാവിലെ പൊങ്കാല ഉദ്ഘാടനത്തിന് ചെയ്തതിന് ശേഷം പൊങ്കാല അടുപ്പിൽ നിന്നും വിളക്ക് കത്തിച്ച് പൊങ്കാല എല്ലാവർക്കും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ പൊങ്കാല അവരോട് തന്നെ ചെയ്യുന്ന ഒരു ഭഗവതിക്ക് നിവേദ്യം സമർപ്പിക്കുന്ന ഒരു ഇതാണ്. എല്ലാവിധ ഐശ്വര്യവും വേണ്ടി അവരവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും
അവരവരുടെ വേണ്ടിയിട്ടുള്ള ഭഗവതിക്ക് സമർപ്പിക്കുന്ന ഈ നിവേദ്യം ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഉദ്ദിഷ്ട കാര്യങ്ങൾ അവരവരുടെ വിദ്യാഭ്യാസത്തെ മേഖല, ആരോഗ്യ മേഖല, എല്ലാ കാര്യങ്ങളും മനുഷ്യന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി അവരവർ തന്നെ ചെയ്യുന്ന നിവേദ്യം ചെയ്തു കൊടുത്ത് ഭഗവതി വന്ന് സ്വീകരിച്ച് തിരിച്ച് ഈ ഉച്ചപൂജയോടുകൂടിയാണ് ഈ നിവേദ്യ സങ്കല്പം ചെയ്യുക. ഭഗവതിയുടെ ഈ ആറാട്ട് ദിവസമാണ് ഇത്. ആ ദിവസം എല്ലാവരും ഭക്തജനങ്ങളുടെ ഭക്തജനങ്ങൾ ഒത്തിരി പേര് ഇവിടെ എത്തിച്ചേരുകയും അവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു ദിവസം കൂടി ആയതുകൊണ്ട് നാനാദേശത്തു നിന്നും ആൾക്കാരിവിടെ എത്തുന്നു. നമ്മുടെ പൊങ്കാല ദിവസം നമ്മുടെ ഡോണ്ട് വറി ന്യൂസ് മനീഷ് ആനിക്കാട് നമ്മുടെ ക്ഷേത്രത്തിലെ ആതുര സേവനം നടത്തുന്നു. വർഷങ്ങളായിട്ട് ഈ മനീഷ് ചെയ്യുന്ന ഈ പുണ്യപ്രവർത്തനം ക്ഷേത്രത്തിൻ്റെ എല്ലാ മേഖലയിലും വെച്ച് നോക്കുമ്പോൾ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മനീഷ് എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും വർഷങ്ങളായിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ മനീഷിൻ്റെ ഈ പുണ്യപ്രവർത്തനം എല്ലാ കാലത്തും ഭഗവാനും ഭഗവതിയും മനീഷിന് അനുഗ്രഹവും അതുപോലെ തന്നെ ഈ പുണ്യപ്രവർത്തനം ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും മനീഷൻ ചെയ്തു കൊടുക്കട്ടെ എന്നുള്ള ഈ അവസരം കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭഗവതിയും ഭഗവാനും എല്ലാവിധ അനുഗ്രഹങ്ങളും വാരിക്കോരി കൊടുക്കട്ടെ എന്നും ഈ മനീഷ് ആനിക്കാടിനോടുള്ള സ്നേഹമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും ഈ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപ്തരാകുവാൻ ഈ അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തിരുവല്ലയിൽ നിന്നും മല്ലപ്പള്ളിയിലെത്തി നൂറോമാവ് റോഡിൽ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുല്ലുകുത്തി ജംഗ്ഷനിലെത്താം. പുല്ലുകുത്തി ജംഗ്ഷനടുത്തായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്ന് വരുന്നവർ കറുവച്ചാലിലെത്തി വെട്ടിക്കാവുങ്കൽ, നീലമ്പാറ, നൂറോമാവ് വഴി പുല്ലുകുത്തി ജംഗ്ഷനിൽ എത്താവുന്നതാണ്. കങ്ങഴ നെടുകുന്നം ഭാഗത്തു നിന്നും നെടുകുന്നം പള്ളിപ്പടി, ചേലക്കൊമ്പ്, നൂറോമാവ് വഴി പുല്ലുകുത്തിയിലെത്താം. കാഞ്ഞിരപ്പള്ളി, മണിമല, റാന്നി, എരിമേലി, ചുങ്കപ്പാറ ഭാഗത്തു നിന്നും കുളത്തൂർ മുഴിയിലെത്തി ചെട്ടിമുക്ക്, വായ്പൂര് മഹാദേവ ക്ഷേത്രം, കാവനാൽക്കടവ് വഴിയും ക്ഷേത്രത്തിലെത്താം. ക്ഷേത്രത്തിലെ ഫോൺ നമ്പർ 046926856068, മൊബൈൽ 9188745068. പൂട്ടി ഞാൻ ആനിക്കാട് കാവിലമ്മേ നിന്റെ മുന്നിൽ മനോവിപഞ്ചികമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹങ്ങൾ തിരുസവിധത്തിൽ അർച്ചനാ പുഷ്പങ്ങളാക്കുന്നു ഞാൻ. മിഴികൾ പൂട്ടി ഞാൻ ആനിക്കാട് കാവിലമ്മേ നിന്റെ മുന്നിൽ മനോവിപഞ്ചികമീട്ടുന്നു ഞാൻ. നാനാദേശത്തു നിന്നുമുള്ള ഭക്തജന തിരക്കാണ് ഇവിടെ പൊങ്കാലയ്ക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ വന്ന് ഭഗവാനെയും ഭഗവതിയെയും വിളിക്കുന്ന ഭക്തർക്ക് അഭീഷ്ടവരദായിനിയും ആശ്രിത വത്സലനുമാണ് ഇവിടുത്തെ മൂർത്തികൾ. 8 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഈ ആനിക്കാട് ദേശനിവാസികളുടെ ഒരു മാമാങ്കം എന്നറിയപ്പെടുന്ന ആനിക്കാട് ക്ഷേത്ര സന്നിധിയിൽ നിന്നും മനീഷ് ആനിക്കാട്, ഡോണ്ട് വറി.